ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വന്നേക്കുവാണേ. ഞാൻ ഒറ്റയ്ക്കല്ല, പുതിയൊരാളും കൂടിയുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ ഡെലിവറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രേക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആവണമെന്ന്. അങ്ങനെ ദൈവം ഞങ്ങൾക്കൊരു പെൺകുട്ടീനെ തന്നിട്ടുണ്ട്. പേരിട്ടു കേട്ടോ. പേര് ഇസബൽ മരിയ എന്നാണ്. ഞങ്ങൾ വീട്ടിൽ ഇസ എന്ന് വിളിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും രാവിലത്തെ കുറച്ച് പരിപാടികളാണ്. മെയിനായിട്ട് അവൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ, 2 വീക്കായിട്ടേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ഉറക്കം തന്നെയാണ് പരിപാടി. അപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് ഉറക്കം അത്ര റെഡി ആവത്തില്ലല്ലോ. അപ്പോൾ താമസിച്ചാണ് രാവിലെ എഴുന്നേൽക്കുക. ഒരു 8 മണി 8:30 ആവും എഴുന്നേൽക്കാനായിട്ട്. ഒരു 8 മണിയായി എഴുന്നേറ്റപ്പം. അവളും ആ സമയപ്പോൾ എഴുന്നേറ്റായിരുന്നു. അപ്പം ഞാൻ അവളങ്ങനെ കിടക്കും, കരച്ചിലൊന്നും ഉണ്ടാകത്തില്ല, ഇങ്ങനെ കിടന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം എഴുന്നേറ്റ് ഫ്രഷായി വരും. പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കും. അവൾ അടങ്ങി കിടന്നോളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ അവളോട് എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടിയൊക്കെ അങ്ങനെ ഓരോ കാര്യം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും. ഇനി അവളെ കുറച്ച് നേരം കൊഞ്ചിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യണം, ഫീഡ് ചെയ്യാനുണ്ട്, ഡ്രസ്സെല്ലാം മാറ്റണം. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ ഒന്ന് ലൂക്കാച്ചനാണ്. ലൂക്കാച്ചൻ ഇങ്ങനെ റൂമിലിങ്ങനെ ഒരുപാടിങ്ങനെ നടക്കും. അവളുടെ അടുത്തൂടെ ബെഡിലൊക്കെ കയറി. ഉപദ്രവം അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ടൊക്കെ പോവും എന്നാ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയപ്പറെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയതൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രസ്സെല്ലാം മാറ്റിക്കും. ഫേസൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കും. വാഷ് ചെയ്തിങ്ങനെ തുടച്ച് കൊടുക്കും. അത്രയാണ് രാവിലെ അവളെ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിപ്പിക്കുക. പിസ്സക്കുട്ടിയുടെ ഫീഡിങ് എല്ലാം കഴിഞ്ഞു, ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ഉറക്കത്തിലേക്കുള്ളൊരു പരിപാടിയാണ്. എനിക്ക് നന്നായിട്ട് വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. അവളെ ഉറങ്ങിയിട്ട് വേണം എനിക്ക് ഫുഡെല്ലാം കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി അവളെ ഒന്ന് ഉറക്കണം. പിന്നെ അവളെ ഉറക്കിയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ബീഫ് കറിയായിരുന്നേ. ഉഴുന്ന് ദോശയല്ല, മറ്റേ നമ്മുടെ ഇവിടെ നീർദോശ എന്ന് പറയുക, ആ ദോശയായിരുന്നു. അപ്പം അതും ബീഫും കൂടെ കഴിച്ചു. വേഗം കഴിക്കണമല്ലോ, എപ്പോഴാണ് ആൾ എഴുന്നേക്കാന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേഗം കഴിക്കുകയാണേ. സമയം ഇപ്പം തന്നെ ഒരു 9:30 ആയെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞ് എനിക്കൊരു ഓയിൽമെൻറ്റ് തേക്കാനുണ്ട് സ്റ്റിച്ചിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതും തേച്ച് കുറച്ച് നേരം കിടന്നു. വേദനയൊക്കെ കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് വേദന ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കാര്യമായി പണിയൊന്നും ചെയ്യില്ല, റെസ്റ്റ് തന്നെയാണ്. ഞാൻ ബേബിയുടെ കാര്യമല്ലേ നോക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും, നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ തുണി മടക്കാനുണ്ടായിരുന്നു കുറച്ച്. കുഞ്ഞിൻ്റെ തുണിയുണ്ട്, ലൂക്കാച്ചൻ്റെ തുണിയുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് മടക്കി വെക്കുകയാണ്. പാവം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേൽക്കും. അപ്പം ഒന്ന് തട്ടി തട്ടി കൊടുക്കുകയാണെങ്കിൽ കിടന്നുറങ്ങിക്കോളുമല്ലോ. അപ്പം അങ്ങനെ തുണി മടക്കുന്ന പരിപാടി. അപ്പോൾ അതെല്ലാം വേഗം ഒന്ന് മടക്കി വെക്കണം, എന്നിട്ട് വേണം ഒന്നുകൂടി ഒന്ന് കിടക്കാൻ. രണ്ടാഴ്ച ബ്രേക്ക് എടുത്തപ്പോൾ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായി തുടങ്ങി. രാത്രി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് രാവിലത്തേന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും ഉറക്ക ക്ഷീണവും ഒക്കെ കൂടി ആയപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ നല്ല മടിയായിരുന്നു. എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് മടി പിടിച്ചാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഒന്ന് ബാക്ക് അടിച്ച് പോയാൽ പിന്നെ ആ ട്രാക്കിലേക്ക് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടണമെന്നാണ് ആഗ്രഹം. അറിയില്ല നടക്കുമെന്ന്, നോക്കാം. ഈ 2 ക്ലോത്ത് ഓർഗനൈസറും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കുഞ്ഞുറങ്ങും